തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ പറയട്ടെ. ഈ എൻറ്റയർ 45,000 സ്ക്വയർ ഫീറ്റ് ഹൗസിന് മാർബിൾ ഗാലറി അല്ല കംപ്ലീറ്റ് സപ്ലൈ ചെയ്തേക്കുന്നത്. ക്ലയന്റിന് ആകെ നിർബന്ധമുള്ള കാര്യങ്ങളായിരുന്നു ഈ മജ്ലിസ്. അറബിക് തന്നെ ആയിരിക്കണം, അറബിക് സ്റ്റൈൽ ഓഫ് മജ്ലിസ്. നിർബന്ധമുള്ള കാര്യമാണ് മജ്ലിസും ഈ പാർട്ടി ഏരിയയും. 100 പേർക്ക് ഇരിക്കണം എന്ന് നിർബന്ധം സാറിനെ പോലെ ഒരു കസ്റ്റമറായിട്ട് നമുക്ക് പരിചയപ്പെടാനും നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതും, അതേപോലെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് പറയാലോ മാർബിൾ ഗാലറി കൊടുത്തിട്ടുണ്ട് എന്ന്. Hello and welcome back to Marble Galleries. Not a home tour, but a mansion tour. ഞാൻ മാൻഷൻ എന്ന് പറഞ്ഞത് ബിക്കോസ് ദിസ് ഇസ് എ 45,000 സ്ക്വയർ ഫീറ്റ് ഹൗസ് ലൊക്കേറ്റഡ് ഇൻ ജസ്റ്റ് 1.5 acres of land. സൂപ്പർ എക്സൈറ്റഡ് ഈ കംപ്ലീറ്റ് ഒരു ടൂർ ഓഫ് ദിസ് ഹൗസ് കാണാൻ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. സോ ഐ എം ടു എക്സൈറ്റഡ്. സോ കം ലെറ്റ്സ് സീ. Oh my God, look at the massiveness of this house. ഇതിന്റെ ലക്ഷറി, ഇതിന്റെ ഒരു ബ്യൂട്ടി, എലഗൻസ്. ഇങ്ങനെ ഏതൊരു മാൻഷൻ ടൂർ ചെയ്യുമ്പോഴും ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഒന്ന് ബിക്കോസ് ആരാണ് കസ്റ്റമർ, അതേപോലെ കസ്റ്റമറിനെ പരിചയപ്പെടുത്താനുള്ള ഇൻട്രസ്റ്റും, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിൽ ഇൻവോൾവ് ആയ ആർക്കിടെക്ട് ഫേമും. ആദ്യമേ തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ പറയട്ടെ. ഈ എൻറ്റയർ 45,000 സ്ക്വയർ ഫീറ്റ് ഹൗസിന് മാർബിൾ ഗാലറി അല്ല കംപ്ലീറ്റ് സപ്ലൈ ചെയ്തേക്കുന്നത്. നമുക്കൊരു 20% മാത്രമാണ് ഇവിടെ സപ്ലൈ ചെയ്യാൻ കിട്ടിയൊരു ഭാഗ്യം. പക്ഷേ ഗൈസ്, 20% ഓൾസോ ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ബിക്കോസ് ഇറ്റ്സ് സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് വി കുഡ് വർക്ക് വിത്ത് സച്ച് എ ഫെന്റാസ്റ്റിക് കസ്റ്റമർ ആൻഡ് എ ഫെന്റാസ്റ്റിക് ആർക്കിടെക്ട്. We are going to meet the man behind this house, the architect of this mansion. So welcome Mr. Mohammed Shaheen. So happy to have you with us. അപ്പോൾ ഇതിനൊരു കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ഞങ്ങൾ അറിഞ്ഞു. ഇത്തരം ഒരു 45,000 സ്ക്വയർ ഫീറ്റ് വീടാണ്, ഒരു 1.5 acres ഓഫ് ലാൻഡിലാണ്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് സാറിന് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ് മുതൽ, ഐ തിങ്ക് വിച്ച് ഇയർ ആണ് ഇത് തുടങ്ങിയത്, അതിൻ്റെ പ്ലാനിങ് മുതൽ എന്തായിരുന്നു യു ഫൗണ്ട് യുവർ ചലഞ്ചസ് എന്താണെന്ന് പറയാൻ പറ്റുമോ? 2017 നവംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ക്ലയൻറ്റ് 20,000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവരെ വീണ്ടും ഡിസ്കഷനിൽ വരുമ്പോൾ മോർ ദാൻ സ്കെയിൽ വലുതായി, ഏകദേശം 45,000 സ്ക്വയർ ഫീറ്റോളായി. നമ്മളിത് ഇങ്ങനത്തെ ഒരു നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ പ്ലാനിങ് ആണ് നന്നായിട്ട്. കാരണം റോയൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറേ പോരായ്മകൾ സാറിന് ഉണ്ടാവാറുണ്ട്. അതില്ലാതെ ചെയ്യാന്നുള്ള ചലഞ്ച് ഫസ്റ്റ്. പിന്നെ ഇതിൻ്റെ സാറിനെ പോലെ തന്നെ എലിവേഷൻ റോയൽ ടൈപ്പ് ആയിരിക്കണം, അത് പാലസ് ടൈപ്പ് മാസീവ് ലുക്ക് വേണം. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഡെഫിനറ്റ്ലി. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കളർ തീം, ഓരോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഇത് എല്ലാം മാച്ച് ചെയ്യണം. അതാണല്ലോ ഫസ്റ്റ്. ഇപ്പോൾ മാർബിൾ മുതൽ ലൈറ്റിങ്, പെയിൻറ്റിങ്, ഇതിൻ്റെ ക്ലോത്ത് സെലക്ഷൻ, കർട്ടൻ്റെത്, അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ഇല്ലാതെ ചെയ്യാനുള്ളതാണ്. ഒരു കളർ പാലറ്റ് മാച്ച് ചെയ്തിട്ട് വേണം നമുക്ക് എല്ലാ റൂംസും എല്ലാം കാര്യങ്ങളും ഒരേ തീമിലോട്ടും വരികയും ചെയ്യണം. തീമാവുകയും ചെയ്യണം. കാരണം നാളെ നമ്മളിത് ചെയ്തിട്ടൊരു പറയാനുള്ള ഇട ഇല്ലാതെ തീർക്കാന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക്. പിന്നെ ഈ ഇത്തരമൊരു വീട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രീ സ്പേസ് 45,000 സ്ക്വയർ ഫീറ്റ് എങ്ങനെ ഏരിയ വന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട്. അപ്പം അത് വേസ്റ്റേജ് ഇല്ലാതെ വൃത്തിയിൽ അവസാനിപ്പിച്ചെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് കളർ പാലറ്റ്സ് ഡിഫറെന്റ്. അപ്പൊ ഇത് തന്നെ നമ്മൾ നോക്കിയാൽ ഒരു ബ്ലൂ തീം. അപ്പൊ ഈ ഒരു ഡിഫറെന്റ് റൂംസിന്റെ കളർ പാറ്റേൺസും കളർ ഒന്ന് പറയോ? ഒരു 6 മക്കളാണ്. ഓക്കെ. ഡിഫറെന്റ്
ചിന്താഗതി, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ആൾക്കാർ ഓരോ റൂമും അവരവർ സജസ്റ്റ് ചെയ്ത കളറാണ് നമ്മൾ എന്ത് ചെയ്തത്. ഒരാൾ ബ്ലൂ ആണ്, ഒരാൾ ഗ്രീൻ ആണ്, ഒരാൾ പിങ്ക് ആണ്. അത് ഇവിടെ റൂംസ് കാണാനുണ്ട്. അപ്പോൾ അവര് ഓരോന്നിലും അത് ഇപ്പോൾ ഓരോ സെലക്ട് ചെയ്യുമ്പോഴും അവർ പറയുന്നത് ഇന്ന് ഇതായിരിക്കണം എന്നുള്ളത് ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അവസാനിപ്പിച്ച വീട്. ഓക്കെ, 2017 മുതൽ ഈ വീടിന്റെ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഡിസൈൻ നമ്മൾ സെലക്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ സാർ ഉണ്ട്, സാറിന്റെ മക്കളുണ്ട്, എല്ലാവരും. അപ്പോൾ കുറേ ഡിസൈൻസ് കൊടുക്കേണ്ടി വന്നോ, സബ്മിറ്റ് ചെയ്യേണ്ടി വന്നോ? ഇല്ല, 2017 നമ്മൾ ഫസ്റ്റ് പ്ലാൻ കൊടുത്ത് അത് തന്നെ ഫൈനലായിട്ടുണ്ട്. ഓക്കെ. അതായത് ക്ലയൻറ്റ് കൃത്യമായ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. വീട് ഇങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് മൂപ്പറെ ഡിസ്കഷൻ തന്നെ ഇതാണ് ഫൈനലായിരുന്നത്. പിന്നെ അത് പ്രസന്റ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ. അപ്പോൾ 2017 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 7 years ആയി. ഈ 7 years ആയിട്ടും ഈ സൈറ്റിൽ വർക്ക് നടക്കാണോ? ഇല്ല, ഇതിൽ 7 yearsൽ 2.5 വർഷത്തോളം നിന്ന് പോയിട്ടുണ്ട്. കോവിഡും ലാൻഡിന്റെ ഒന്നും ഇഷ്യൂസും കൊണ്ടും 4.5 വർഷത്തെ കണ്ടിന്യൂ ഉള്ള വർക്ക്. 4 years നമുക്ക് ഈ ഒരു വീടിന്റെ കംപ്ലീറ്റ് ഡിസൈൻസും എക്സിക്യൂഷനും ഒക്കെ തീർക്കാൻ പറ്റി. ഫാന്റാസ്റ്റിക്. ഇപ്പൊ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഈ 45,000 സ്ക്വയർ ഫീറ്റ് വീടില് എന്തൊക്കെയാണോ ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കണേ, ഇത് ഡിസൈൻസ് അല്ലെ, അല്ലെങ്കിൽ ഏരിയാസ് ഒന്ന് പറയോ? ക്ലയന്റിന് ആകെ നിർബന്ധമുള്ള കാര്യമായിരുന്നു ഈ മജ്ലിസ്. അറബിക് തന്നെ ആയിരിക്കണം, അറബിക് സ്റ്റൈൽ ഓഫ് മജ്ലിസ്. അതെ. രണ്ടാമത് പാർട്ടി ഏരിയ, അതും കൂടി കാണാം. സോ ഡെഫിനറ്റ്ലി ഈ ഏരിയ നിങ്ങൾക്ക് മിസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പാർട്ടി ഏരിയ ആണ് ഇൻസൈഡ് ദ ഹൗസ്. കംപ്ലീറ്റ്ലി ഒരു ബൊഫേ കൗണ്ടേഴ്സ്, ഒരു ചെറിയൊരു പാൻട്രി, അതേപോലെ ഒരു 100 people അല്ലേ? ഇതൊരു കസ്റ്റമറുടെ ഒരു സ്പെസിഫിക്കേഷൻ ആയിരുന്നു ഡിസൈനില്. നിർബന്ധമുള്ള കാര്യമാണ് മജ്ലിസും ഈ പാർട്ടി ഏരിയയും. 100 പേർക്ക് ഇരിക്കണം എന്ന് നിർബന്ധം മൂപ്പറത് സജഷൻസ് വെച്ചതാണ്. അങ്ങനെയാണ് ഈ ഏരിയ ഉണ്ടത്. മാത്രമല്ല ഇത് സലൂണ്, ഇത് ഈ പാർട്ടി ഏരിയക്ക് വേണ്ട 4 ബാത്റൂംസ്, ലേഡീസും ജെന്റ്സും ആയിട്ടുള്ള ബാത്റൂംസ്, അതിന്റെ വാഷ് ബേസ്, അതെല്ലാം കൃത്യമായി സെറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. വെറുതെ ഒരു പാർട്ടി ഏരിയ സെറ്റ് ചെയ്യാന്നുള്ളതല്ല. അല്ല, ഇത് ശരിക്കും 4th floor ആണ് അല്ലെ? ഇപ്പൊ ഈ 4th floorൽ നമുക്കൊരു 100 peopleക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് ഏരിയ, ഒരു ബുഫേ കൗണ്ടർ, അതേപോലെ ഒരു മജ്ലിസ്, പിന്നെ ഒരു ചെറിയൊരു ഗെയിം ഏരിയ അല്ലെ, ഒരു ബിൽ ബോർഡ്, അതേപോലെ പൂളൊക്കെ അറേഞ്ച് ചെയ്തൊരു ഗെയിം ഏരിയ, അതേപോലെ തന്നെ ഒരു സലൂൺ. ഇൻസൈഡ് ദ ഹൗസ് യു ഹാവ് എ സലൂൺ. അമാദ് ആർക്കിടെക്ചേഴ്സ് എങ്ങനെയാണ് ഈ കംപ്ലീറ്റ് സ്പേസ് യൂട്ടിലൈസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒരു സ്പേസും വെറുതെ ഫ്രീ ആയിട്ട് വിട്ടിട്ടില്ല. നല്ല 100% യൂസ്ഫുൾ യൂട്ടിലൈസേഷൻ ആണ് മിസ്റ്റർ മുഹമ്മദ് ഷഹീം ആർക്കിടെക്ട് ചെയ്തേക്കുന്നത്. സോ എ ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ടീം. ദ ഡിസൈൻ ഹാസ് ബീൻ വെൽ എക്സിക്യൂട്ടഡ് ബൈ അമാദ് ആർക്കിടെക്ചർ. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ മാൻഷന്റെ ഓണറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. Sir, welcome to Marble Galleries show. സാറിന് ഒന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തും. എൻ്റെ പേര് ഇസ്മായിൽ തനങ്കാൽ എന്നാണ്. ഞാൻ 35 വർഷത്തിലേറെ പ്രവാസിയാണ്. ഇപ്പം പ്രവാസി തന്നെയാണ്. നാട്ടിലിങ്ങനെ ഒരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം 2017 നമ്മളിതിൻ്റെ വീട് പണി തുടങ്ങിയത്. ഇവിടെയാണ് എൻ്റെ തറവാടും എൻ്റെ കുടുംബങ്ങളും, ജ്യേഷ്ഠനും, ബാപ്പാൻ്റെ കുടുംബവും, ഉമ്മാൻ്റെ കുടുംബമൊക്കെ ഈ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ വീട് ഇവിടെ തന്നെ വെക്കണം എന്ന് വലിയൊരു ആഗ്രഹം. സർ, ആർക്കിടെക്റ്റിനെ എങ്ങനെ പരിചയപ്പെട്ടു? ഷെയ്നെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് ആൾക്കാരെ ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അന്ന് ഷെയ്ൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ബന്ധപ്പെടുവാനായത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ, ഷെയ്ൻ എന്ന് പറഞ്ഞ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വളരെ ഒരു സുഹൃത്ത് എന്ന് മാത്രമല്ല, ഒരു കുടുംബ ഫാമിലി പോലെ വന്ന് നമ്മളിത് പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷെ വളരെ റാഹത്തായിട്ട്, വളരെ സന്തോഷമായിട്ട് ഓരോ മുക്കും മൂലയും ഫുള്ളും ഷെയ്ൻ തന്നെയാണ് കൈകാര്യം ചെയ്ത്. ഇങ്ങനെ ഒരു വീടിന് 4-5 എഞ്ചിനീയർമാരും ഇതൊക്കെ സെക്ഷൻ ഡിവൈഡെല്ലാം ഉണ്ടാകുമല്ലോ. ഇതൊന്നുമില്ല, എല്ലാം ഷെയ്ൻ തന്നെയാണ്. സർ, ഇപ്പോൾ മാർബിൾ ഗാലറിയിൽ സാർ വന്നിട്ടുണ്ട്, മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ ഷഹീനായിട്ട് വന്നിട്ടുണ്ട്. സാറിന് ആക്ച്വലി മാർബിൾ ഗാലറിയുടെ സെലക്ഷൻ ഇഷ്ടപ്പെട്ടോ?
വളരെ നല്ല സർവീസാണ്. അതുമാത്രമല്ല പിന്നെ അവിടെയുള്ള പ്രിൻസിയാണ്. അതെ 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 നല്ല ഇതായിരുന്നു, നല്ല പ്രിൻസിയാണ് സ്റ്റാഫ്. അതെ 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 നല്ല രീതിയിൽ സർവീസ് നല്ല എല്ലാം ചെയ്തു. കളക്ഷൻസും സാറിന് ഇഷ്ടപ്പെട്ടു. ഓക്കെ. മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വന്നപ്പോഴും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ പറ്റി എല്ലാ രീതിയിലും. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് സർ, ഞങ്ങളുടെ കൂടെ ഈ ഒരു ഷൂട്ടിന് ജോയിൻ ചെയ്ത് സർ. ബിസി ആയിട്ടും സർ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് വളരെ താങ്ക് യു സോ മച്ച്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾക്ക് ആകെ ഒരു 10% 20% ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് വളരെ സന്തോഷമുള്ള. അതെ, അത് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് മനസ്സിൽ. ബിക്കോസ് സാറിനെ പോലെ ഒരു കസ്റ്റമർ ആയിട്ട് നമുക്ക് പരിചയപ്പെടാനും നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതും, അതേപോലെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് പറയാലോ മാർബിൾ ഗാലറി കൊടുത്തിട്ടുണ്ട് എന്ന്, അതൊരു വലിയ ഭാഗ്യം തന്നെ. സോ താങ്ക് യു സോ മച്ച് സർ. So, thank you so much for watching Marble Gallery's Mansion Tour. നമ്മൾ കസ്റ്റമർ ഇസ്മായിൽ സേറിനെ പരിചയപ്പെട്ടു, അതേപോലെ തന്നെ നമ്മൾ ആർക്കിടെക്റ്റിനെ കംപ്ലീറ്റ്ലി പരിചയപ്പെട്ടു. ഇനി നെക്സ്റ്റ് അടുത്ത ഒരു റോയൽ ഹൗസ്, ഒരു എലഗൻറ്റ് ഹൗസ് ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഹോമായിട്ട് നമുക്ക് കാണാം. Till then, this is Rupa Matthew signing off from Marble Gallery.